ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് 2 മുട്ടയും 1 കപ്പ് മാവും മാത്രം മതിയാവും. വെറും 2 മിനിറ്റ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ മൈദാമാവാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ഗ്രാം കപ്പിൻ്റെ അളവിലാണ് 1.5 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു 1.5 കപ്പ് മാവിൻ്റെ അളവിലാണ് 2 കോഴിമുട്ടയും എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന മാവ് എത്രയാണോ അതിനനുസരിച്ച് വേണം മുട്ടയും ചേർത്ത് കൊടുക്കാൻ. എന്നാലേ കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാവെടുത്ത കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അരച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. മുട്ടയും മാവും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. വെള്ളവും മാവും ഇളക്കി കൊടുക്കാതെ അരച്ചെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബ്ലേഡിൽ മാവ് കട്ടയായിട്ടിരിക്കും. അങ്ങനെ ആകുമ്പോൾ മിക്സിയുടെ ജാറും പെട്ടെന്ന് തന്നെ കേടാവും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മാവ് നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു കിട്ടും. ഇപ്പോൾ ഞാൻ ഈ മാവ് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു മാവിൻ്റെ കറക്റ്റ് ഒരു പരുവം. നമ്മൾ അപ്പം ചുടാനൊക്കെ എടുക്കുന്ന മാവിൻ്റെ ആ ഒരു പരുവമാണ്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിനി പരത്തിയെടുക്കുകയൊന്നും ചെയ്യരുത്. ഇതുപോലെ ചുട്ടെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗവും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവും ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.